നമസ്കാരം. ഉമ്മൻചാണ്ടിക്ക് വീണ്ടും ചെന്നിക്കുത്ത്. തക്കം പാർത്തിരിക്കുകയായിരുന്നു ചെന്നിത്തല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ അതെടുത്ത് പ്രയോഗിച്ചു. എല്ലാം എഴുതിക്കൂട്ടി അങ്ങ് ഉയരത്തിൽ നിൽക്കുന്ന ഓഫീസിലെത്തിച്ചു. അതിപ്പോൾ കത്തിപ്പടർന്ന് പുകയുകയാണ്. പിന്നാലെ മാടം എല്ലാവരെയും രാജധാനിയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. അതിനിടെ വിവാദത്തിൽ നിന്ന് ഊരാനുള്ള പെടാപ്പാടിലാണ് വെള്ളാപ്പള്ളി. പിന്നെ PC ജോർജിൻ്റെ ചില ആശങ്കകളും പങ്കുവയ്ക്കാനുണ്ട്. സ്വാഗതം ഡെമോക്രസിയിലേക്ക്. എന്തായാലും ഇത് വല്ലാത്തൊരു ഇതായിപ്പോയി. പ്രതിമാ അനാച്ഛാദന പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ പേരിൽ ഹൈക്കമാൻഡിൻ്റെ പോലും അനുകമ്പ നേടി നടക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. അതിനിടെയാണ് ഡൽഹിയിൽ നിന്നും കത്ത് വാർത്ത പുറത്തായത്. എന്നാൽ കത്തിന് പിന്നിൽ താനല്ല എന്നാണ് ചെന്നിത്തലയുടെ വിശദീകരണം. അപ്പോൾ സംഭവിച്ചത് ഇങ്ങനെയായിരിക്കും. നേരം പരപരാ വെളുക്കുന്നു. മഞ്ഞുകൊണ്ട് മൂടിക്കെട്ടിയ ഡൽഹിയുടെ രാജവീതിയിലൂടെ ചെന്നിത്തല നടക്കുകയായിരുന്നു. മുന്നോട്ടുള്ള വഴിയിൽ ഒന്നും കാണുന്നില്ല. അപ്പോഴാണ് ഒരു കാറ്റ് ആഞ്ഞു വീശിയത്. കാറ്റിൻ്റെ ശക്തിയിൽ ചെന്നിത്തലയുടെ കയ്യിലുണ്ടായിരുന്ന കത്ത് പറന്നുപോയി. ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്തു പ്രയോഗിക്കാൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന കത്തായിരുന്നു അത്. പിന്നാലെ ഓടി നോക്കിയെങ്കിലും രക്ഷയില്ല. കത്തൊടുവിൽ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ചെന്ന് പതിച്ചു. ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത്. വിജിലൻസ് വകുപ്പ് കൈകാര്യം മന്ത്രിയാണ് പറയുന്നത് കേരളത്തിൽ അഴിമതി ദുസ്സഹമായിരിക്കുന്നു എന്ന്. വിജിലൻസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നു, ഇതിന്റെ ഫലമായി ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ തകർന്നു, മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഇടിഞ്ഞിരിക്കുന്നു. ഈ ആരോപണങ്ങളെ തുടർന്ന് എന്ന് ആഭ്യന്തരമന്ത്രി തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആഭ്യന്തരമന്ത്രിക്ക് പോലും വിശ്വാസമില്ലാത്ത ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ കേരളത്തിൽ അധികാരത്തിൽ തുടരാൻ കഴിയും? ഈ കത്ത് കമ്പി കൊളുത്തി ജനലിൽ കൂടിയിട്ടാരാന്നറിയാം. എനിക്കറിയില്ല. എനിക്കത് അറിഞ്ഞേ പറ്റൂ. തെമ്മാടിത്തരം കാണിച്ചവന്റെ കുടലുമാല ഞാൻ പുറത്തെടുക്കും. അല്ല, ഇപ്പൊ കാണാത്ത കത്തിനെ കുറിച്ച് ഇപ്പൊ എന്താ പറയുന്നത്? ആ കത്തിനകത്ത് രണ്ടാമത്തെ പേജാണ് കാണുന്നത്. അതിനകത്ത് പറയുന്ന കണ്ടന്റ് ഓഫ് ദി ലെറ്റർ, ഇഫ് ഇറ്റ് ഈസ് എ ലെറ്റർ, ആ കണ്ടന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരുടെയും ആത്മാവിലുള്ള വികാരവും അഭിപ്രായവും തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു ആരോപണങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇന്ന് വരെ കേരളത്തിലുണ്ടായിട്ടില്ല. ഇവിടെ ഉള്ള ഏതോ നാറി മലയാളിയാണ് അത് എഴുതിയെന്ന് എനിക്ക് നല്ല ഉറപ്പാ. ഞാൻ കണ്ടുപിടിച്ചു വരാം. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കട്ടെ. ഇനി തെളിവെടുപ്പാണ്. തിരുവനന്തപുരത്ത് ചുറ്റിക്കറങ്ങുന്ന എല്ലാവരും തെളിവെടുപ്പിൽ പങ്കെടുക്കേണ്ടതാണ്. ഒരാളും ഇതിൽ നിന്ന് മാറി നിൽക്കരുത്. ഇത് ഈ തെരുവിന്റെ ചാരിത്രത്തിന്റെ പ്രശ്നമാണ്. ഒരു മലയാളിക്ക് ഒഴിഞ്ഞു മാറാൻ അവകാശമില്ല. അപ്പോ സാറിന് കൈയക്ഷരം ആദ്യം പരിശോധിക്കാം. നമുക്കതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? സത്യം പറയാനല്ലോ സാറേ, ഇക്കാര്യത്തിൽ എനിക്ക് സാറിനെയും സംശയമുണ്ട്. എടോ ഗോപി, ഏതോ വിവരം കിട്ടവൻ എന്തോ എഴുതിയെന്ന് വെച്ച് ഇത്രയും പേരുടെ സമയം മെനക്കെടുത്തണോ? സാർ അങ്ങനെ പറയരുത്. ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ, രണ്ടുപേരും കൂടെ അങ്ങനെ ഒരുമിച്ച് തെരുവ് താമസിക്കണ്ട. എല്ലാ ജില്ലകളിലെയും പ്രധാന നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അവിടെയൊന്നും വരാത്ത കാര്യങ്ങൾ എങ്ങനെ ഈ രീതിയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ പൊതുസ്ഥിതി ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കും. ഞാനിപ്പോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം KPCC 2 ദിവസമായി 15 മണിക്കൂറാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിയത്. എല്ലാവർക്കും അവിടെ അഭിപ്രായം പറയാനുള്ള
സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, അവസരമുണ്ടായിരുന്നു. ഒരാൾക്ക് പോലും അവസരം കൊടുക്കാതിരുന്നിട്ടില്ല. ഈ 15 മണിക്കൂർ നേരത്തെ ചർച്ചയിൽ വരാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല ഇപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് 2 ദിവസം ചേർന്ന KPCC യോഗം സമാപിച്ചത്. അതുകൊണ്ട് അതിലൊന്നും അങ്ങനെ വലിയൊരു ഇതുപോലൊരു അഭിപ്രായ പ്രകടനം വന്നിട്ടില്ല. അങ്ങനെ വരാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ശ്രദ്ധേയമായ രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം വന്നിട്ടില്ല. ഏതെങ്കിലും 1 or 2 പേരോ ആരെങ്കിലും സംസാരിച്ച് കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇനി നീ എങ്ങാനും നിഷേധിച്ചിട്ടുണ്ട്. അത് നേരത്തെ നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ കത്ത് എഴുതിയിട്ടില്ല. അല്ല പ്രസിഡന്റ്, ഒന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെ ഒരു കത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എല്ലാവരെയും മാഡം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്? അവിടെ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഡൽഹി യാത്ര ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പറയപ്പെടുന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതല്ല. അത് നേരത്തെയുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ 3 പേരുടെയും സൗകര്യം നോക്കി ഞങ്ങൾ തന്നെ 22-ന് 3 പേർക്കും സൗകര്യമാവും. അതുകൊണ്ട് ഹൈക്കമാൻഡിനെ അറിയിക്കാം. അങ്ങനെ ആ രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴത്തെ ഈ പുതിയതായി പറയപ്പെടുന്ന പ്രശ്നവും ഞങ്ങളുടെ യാത്രയുമായി ഒരു ബന്ധവുമില്ല. ഈ കത്തുമായി ബന്ധപ്പെട്ട് ബാഹ്യ ഇടപെടലുകൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ പ്രസിഡന്റ്? അതായത് വെള്ളാപ്പള്ളിയോ മറ്റോ ഇതിൽ ഇടപെട്ടതായി തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ കേൾക്കുന്നു. അങ്ങനെ ഈ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ആരുമായും ഇടപെടുന്നത് പ്രതീക്ഷിക്കുന്നില്ല. അവരാരും അങ്ങനെ ഇടപെടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധാരണ പരത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ധാരണ പശകിൽ ചെന്ന് വീഴരുത്. ഭാഗ്യം, ഈ വിഷയത്തിൽ അങ്ങനെ വെള്ളാപ്പള്ളി രക്ഷപ്പെട്ടു. എന്തായാലും കത്തങ്ങ് ഡൽഹിയിലെത്തിയ വിവരം പുറത്തു വന്നതോടെ സുധീരൻ മുതലാളി നല്ല സന്തോഷത്തിലാണ്. ആളൊഴിഞ്ഞിട്ട് വേണം ഒന്ന് പൊട്ടിച്ചിരിക്കാൻ. അത് ആ മുഖത്ത് കണ്ടാൽ അറിയാം. അതിനിടെ പ്രതിമാ വിവാദം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാനുള്ള പെടാപ്പാടിലാണ് വിവാദ നായകൻ വെള്ളാപ്പള്ളി. പ്രതിമാ നിർമ്മാണ കമ്മിറ്റിയാണ് പോലും എല്ലാം തീരുമാനിച്ചത്. ഉമ്മൻചാണ്ടിയെ ആദ്യം ക്ഷണിച്ചത് താനല്ല. SN ട്രസ്റ്റിന് ഒന്നും അറിയില്ല. എന്നാൽ ഉമ്മൻചാണ്ടിയോട് വരണ്ട എന്ന് പറഞ്ഞത് താനാണ്. അത് പരിപാടി അലമ്പാകാതിരിക്കാനാ. വെള്ളാപ്പള്ളി ഈ കഥകൾ പറയുകയല്ല, പാടുകയാണ്. കച്ചേരിയായി. ഒറ്റ ചോദ്യവും ഇല്ല, ഒരു ഉത്തരവില്ല. ഞാൻ കാര്യങ്ങൾ പറയും. ഞാനോടൊന്ന് പാലൊന്നും പറയാം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, പറയുവോ പാടുവോ, എന്തായാലും അങ്ങോട്ട് തുടങ്ങാം. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. ഈ ശങ്കർ പ്രതിമാ നിർമ്മാണം ഞാനായിരുന്നില്ല. ഈ ഫംഗ്ഷൻ നിങ്ങൾ ആ ഇൻവിറ്റേഷൻ കണ്ടാൽ അറിയാം. പ്രൊഫസർ ശശികുമാറിന്റെ നേതൃത്വത്തിൽ സുവർണകുമാർ ജനറൽ കൺവീനറുമായി R ശങ്കറിന്റെ പൂർണ്ണതായ പ്രതിമ SN കോളേജിന്റെ ഗ്രൗണ്ടിൽ സ്ഥാപിക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം SN ട്രസ്റ്റ് അനുവദിക്കുകയുണ്ടായി. SNDP യോഗത്തിന് ഇതുമായിട്ട് യാതൊരു പുലബന്ധവുമില്ല. ശ്രീനാരായണ ഗുരുസ്വാമികൾ അനുഗ്രഹിച്ച് ആശീർവദിച്ച് രൂപം കൊടുത്ത പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ തണലിലാണ് SN ട്രസ്റ്റ് രൂപം കൊള്ളുന്നത്. ഞാൻ ഫോണിൽ പറഞ്ഞു, ശശികുമാറൊക്കെ വന്നിരുന്നല്ലോ, ഒന്ന് ഈ സംഘടന ഒന്ന് അങ്ങ് വന്ന് അതിൽ നിന്ന് പങ്കെടുത്താൽ കൊള്ളാം എന്ന് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്നാൽ പിന്നീട് ഉണ്ടായ ചില സാഹചര്യങ്ങളിൽ എൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടായ ആലോചനയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വരണ്ട എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ്. സ്വകാര്യ പരിപാടിയാണെന്നാണ് വിശേഷണം. ശ്രീ ഉമ്മൻചാണ്ടി വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ടുമാണ് അതിൽ നിന്നൊഴിഞ്ഞത്. ഞാൻ അദ്ദേഹം ഒഴിയണമെന്ന് പറഞ്ഞതും ആത്മാർത്ഥമായിട്ട്. കാരണം ആ സമ്മേളനം ഭംഗിയായും വൃത്തിയായും അലമ്പില്ലാതെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇത് വീട്ടുകാര്യമല്ല. എന്തെങ്കിലും ഒരു അപശബ്ദം ഉണ്ടായാൽ ആ സമ്മേളനം അലങ്കോലപ്പെടും. പ്രത്യേകിച്ചും ഈ സമത്വ മുന്നേറ്റ യാത്ര ഞാൻ തുടങ്ങിയതിൽ പിന്നീട് പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശക്തമായ എതിർപ്പും
പ്രത്യേകിച്ചും KPCCയുടെ നേതൃത്വത്തിൽ സമുദായത്തെ കടന്നാക്രമിക്കുകയും ഒക്കെ ഉണ്ടായ സാഹചര്യവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ക്രൂശിക്കുവാൻ അദ്ദേഹത്തിന്റെ ആളുകൾ തന്നെ അണികളിനകത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എല്ലാം നിൽക്കുമ്പോൾ അതിനകത്ത് വന്ന് കൂടുന്ന ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായാൽ ഇത് അവരുടെ വീട്ടുകാര്യമാണോ? ഈ ശങ്കർ സാറിന്റെ പ്രതിമ പ്രതിഷ്ഠാ കർമ്മം ഭംഗിയായി നടക്കണമെന്നുള്ള ആഗ്രഹം, ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തുള്ള ആഗ്രഹമാണെന്ന് പറയാൻ കാരണമായത്. RSSന്റെയും സംഘപരിവാറിന്റെയും ആജ്ഞാനുവർത്തിയായി ആ മുഖ്യമന്ത്രി എന്ന ഒരാള് വന്നാൽ പ്രതികരിക്കാവുന്നത് എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരടിമയെപ്പോലെ അവർ ചെയ്യുന്നത് എല്ലാം ചെയ്തു കൊടുത്ത വെള്ളാപ്പള്ളി ചെയ്ത കുറ്റം കലക്കിയിട്ടിരിക്കുകയാണ് KPCC പ്രസിഡന്റ്. സമുദായത്തെ ഇട്ടിരിക്കുന്ന ഒരു വഴി. അതോടൊപ്പം തന്നെ ഈ വരുന്ന സമയത്ത് വന്ന വല്ല സംഭവങ്ങൾ അകത്ത് വെച്ച് നടന്നു പോയാൽ ഉള്ള സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഞങ്ങളുടെ സമ്മേളനം ആകെ അലമ്പായി പോകല്ലേ? ആ അലമ്പ് ഉണ്ടാകാതിരിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം. ഒരു കാരണവശാലും ശ്രീനാരായണ സമൂഹം, കേരളീയ സമൂഹം പൊറുക്കുന്നതല്ല. BJP സിന്ദാബാദ് എന്ന് ആരൊക്കെ വിളിച്ചിട്ട് ആരും ഏറ്റുപറയാനില്ലായിരുന്നു. അതേ സമയത്ത് നരേന്ദ്രമോദി സിന്ദാബാദ് എന്ന് പറഞ്ഞപ്പോൾ ജന ആർത്തിരമ്പിയാണ് വിളിച്ചത്. RSSന്റെയും സംഘപരിവാറിന്റെയും ആജ്ഞാനുവർത്തിയായി ഒരടിമയെപ്പോലെ അവിടെ ഭംഗിയായി നടക്കണം എന്ന ആഗ്രഹമല്ലാതെ ഉമ്മൻചാണ്ടിയെ കൊച്ചാക്കാനോ ഞാനൊരാളും വിചാരിച്ചാൽ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ കൊച്ചാക്കാൻ ശ്രമിക്കുന്ന അത്തരം വിവരക്കേട് എനിക്കില്ല. ശ്രീ വെള്ളാപ്പള്ളിയുടെ വീട്ടുകാര്യമാണെങ്കിൽ സ്വകാര്യ പരിപാടിയാണ്. അതിലേക്ക് ആരെ ക്ഷണിക്കാനും ക്ഷണിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. സർക്കാർ പരിപാടിയല്ല, അത് ശരിയാണ്. എന്ന് വെച്ച് അത് വെറും ഒരു സ്വകാര്യ പരിപാടി എന്ന് ചെറുതാക്കാൻ പറ്റുമോ? ശ്രീനാരായണ പ്രസ്ഥാനം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം കേരളീയ സമൂഹത്തിൽ മാറ്റങ്ങളുടെ കാഹളം ഉയർത്തിയ പ്രസ്ഥാനമാണ്. പ്രതികരണം ഉണ്ടാകുമെന്നുള്ള വിവരം എനിക്ക് പല കേന്ദ്രങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ്. അല്ല, വെറുതെ അല്ല ഞാൻ പറഞ്ഞത്, സാധിച്ചതുകൊണ്ടും അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസ്ഥ, ഒരു അപമാനം ഉണ്ടാകാൻ പാടില്ല. കേരളത്തിലെ പ്രഗത്ഭനായ, മിടുക്കനായ, ഭാഗ്യവാനായ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അനൗചിത്യം, പ്ലീസ് അതിലേക്ക് ഒരു ചർച്ച വേണ്ട. ഈ അന്തസ്സില്ലായ്മ ഇതുകൊണ്ട് നമുക്ക് പ്ലീസ് അവസാനിപ്പിച്ച് ഈ മര്യാദയില്ലായ്മ നടത്തിയത് സന്തോഷമായിട്ട് ഇനി ഏതെങ്കിലും കാര്യങ്ങളിൽ വെച്ച് നമുക്ക് കാണാം. ഇനി വിവാദത്തിന് ഞാനില്ല. പുതിയ വിവാദം വലിയ താമസമില്ലാതെ വന്നോളൂ, പേടിക്കണ്ട. ഈ കച്ചേരി ഇനിയും തുടർന്നിരുന്നെങ്കിൽ അതിപ്പോൾ തന്നെ ആയേനെ. പിന്നെ പുതിയ ചിഹ്നത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പോട്ടെ, പിന്നെ ആവാം. ഇനി PC-യുടെ ആശങ്കയാണ്. ഇടവേള കഴിഞ്ഞോട്ടെ. 48,000 രൂപ കടക്കാരുടെ ഇരിക്കുന്നു ഓരോരുത്തരും. പത്രക്കാർ വിചാരിക്കും നിങ്ങളും കടക്കാരാണ്. 47,800 മനസ്സിലായില്ലേ? 48,000 രൂപയുടെ കടക്കാരാണ് നിങ്ങൾ. ഇവിടെ പെണ്ണ് കെട്ടാത്ത പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയുക? കല്യാണം കഴിച്ചോ?